ഉഴുന്നും തേങ്ങായും കാബേജും എല്ലാം കൂടെ ഒന്നിച്ച് ചവയ്ക്കും നല്ലൊരു ടേസ്റ്റാണ്. അത് ഉഴുന്ന് നന്നായിട്ട് മൂത്തിരിക്കാമെങ്കിൽ ഒന്നുകൊണ്ട് കടിക്കുമ്പം നമ്മൾ ചവയ്ക്കുമ്പോൾ ഒരു പിടുത്തവും കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കൊല്ലക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ്. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണോ അതൊന്ന് പറഞ്ഞേക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച കാബേജാണ് ഉണ്ടോ, ചട്ടികളിൽ നമ്മൾ ഇട്ട് കൊടുത്ത് വളർത്തിയെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് പാകമായ ഒരെണ്ണം പറിച്ചെടുത്ത്, വളരെ വലുതാവത്തില്ല, ഒരിടത്തരം വലിപ്പവേദന ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് എടുത്ത് നമുക്ക് കറിയാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ കൊല്ലത്തെ കാബേജ് തോരനുള്ള ഒരു പ്രത്യേകതയാണിത്. അപ്പോൾ അത് കൊണ്ടുവന്ന് വൃത്തിയാക്കി എടുത്തതാണ്. നമുക്കൊന്ന് കൊത്തിയരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. കൊത്തിയരിഞ്ഞ് നമുക്കിതൊന്ന് പാചകം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കാം. കാബേജ് അരിഞ്ഞ് വെച്ചിട്ട് അതിനോടുകൂടെ തന്നെ നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 2 സ്പൂണോളം ഉഴുന്ന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് കാബേജ് നല്ല ചെറിയതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് കൊത്തിയരിഞ്ഞെടുക്കാം. കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുറച്ചേ എടുത്തുള്ളൂ. ആവശ്യക്കാരെ അനുസരിച്ച് വേണം എടുക്കാനില്ല. നമ്മൾ കൂടുതലിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരെണ്ണത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങായും സവാള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ച്, വളരെ പെട്ടെന്നാണ് തീരുന്നത്. എന്നിട്ട് അതൊന്ന് അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ചതച്ച് തോരന് കണക്കാക്കി ചതച്ചെടുക്കുക. അതിനുശേഷം ചട്ടി വെച്ച് കടുക് തളിയും 3 സ്പൂണോളം എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കടുകും ആദ്യം കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നില്ല, അത് നല്ല ഫ്രൈ പോലെ ആവണം. അപ്പോഴാണ് നമ്മളിങ്ങനെ കൂട്ടിച്ചവയ്ക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണത്. ഉഴുന്ന് ഇങ്ങനെ ചവയ്ക്കുമ്പം അതാണ് ഇതിൻ്റെ പ്രധാന ചേരുവ. ഞാൻ 2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഉഴുന്ന് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി കൂടുതലൊക്കെ ചേർക്കാം. കാരണം ചിലർക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ 1 സ്പൂൺ കൂടെ ചേർത്തുകൊണ്ട് കുഴപ്പമില്ല. ഉണക്കമുളകിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് ആദ്യം ആ കാബേജ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചിക്കി ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ചിക്കി വെന്ത് വരുമ്പം പാചകം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല മണമാണ്, നല്ല മണം വരുന്നുണ്ട്. എന്നിട്ടിത് ഇച്ചിരി മഞ്ഞളൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നിറത്തിന് വേണ്ടിയിട്ടാണ്. എരിവായിട്ട് നമ്മൾ ആ പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ, അതേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അതുപോലെ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് കൂടരുത്. കൂടിയാൽ ഇത്രയും ചെയ്തത് വെറുതെയാവും. എന്നിട്ടെല്ലാം കൂടെ ചിക്കി യോജിപ്പിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണത്. ഇത് അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് ഒന്നുകൂടെ അരപ്പിൻ്റെ പച്ചമണം പോകാനുള്ള സമയം കൂടെ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. കൊല്ലത്തുകാർക്ക് കാബേജ് തോരൻ വളരെ പ്രിയപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഒന്ന് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നറിയിക്കണേ. നല്ലതായാലും ചീത്തയായാലും ഒന്ന് ചെയ്ത് നോക്കുക. കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കെല്ലാം ഇപ്പോഴും ചെല്ലിക്കാമല്ലോ ഇത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നല്ല കമൻറ്റുകളും ഇടാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.